ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരും കേട്ടിട്ടുള്ള വാക്കായിരിക്കും ആൻറ്റി എലിയാസിങ്. ഇത് പലർക്കും പരിചിതമായ വാക്കാണെങ്കിലും പലർക്കും അറിയില്ല അതെന്താണെന്ന്. നമുക്ക് നോക്കാം എന്താണ് ആൻറ്റി എലിയാസിങ്. അതറിയാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ എടുത്തിട്ടൊന്ന് ഇമേജ് സെർച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് റിസൾട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. വിത്തൗട്ട് ആൻറ്റി എലിയാസിങ് ആണ് ഈ കാണുന്നത്. അതായത് വളരെ റഫ് ആയിട്ടുള്ള പിക്സൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വിത്ത് ആൻറ്റി എലിയാസിങ്, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള ഒരു പ്രോസസ്സാണിത് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ആൻറ്റി എലിയാസിങ്ങിലൂടെ ഇതുപോലെ സാധിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ റഫായിട്ടുള്ള 2 പിക്സലിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള പിക്സൽസ് ആഡ് ചെയ്തിട്ടാണ് ഇവർ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് എവിടെയൊക്കെയാണ് നമുക്ക് സോഫ്റ്റ്വെയറിൽ യൂസ് വരുന്നത്? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യേണ്ടി വരുന്ന ക്യാരക്ടർ പാനലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ടെക്സ്റ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഞാനതൊന്ന് സൈസ് ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഇതിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന് ഞാൻ ആൻറ്റി എലിയാസിങ്, ഇവിടെ താഴെ കാണുന്ന ഈ ഓപ്ഷനാണ് എ എന്ന് കാണുന്നത്, ആൻറ്റി എലിയാസിങ്. ഇവിടെ ഞാൻ ഇതിന് നണ്ണാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ്, താഴെ കിടക്കുന്ന ടെക്സ്റ്റ് ആൻറ്റി എലിയാസിങ് ചെയ്തിട്ടില്ല, ഇത് ആൻറ്റി എലിയാസിങ് ചെയ്തതാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ഇതിൻ്റെ എഡ്ജ് ഭയങ്കര റഫായിട്ടാണ് കിടക്കുന്നത്. സൂം ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട പോലെയുള്ളൊരു വിഷ്വലാണ് ഇവിടെ കാണുന്നത്. ആൻറ്റി എലിയാസിങ് ചെയ്യാത്തത് ഭയങ്കര റഫായിട്ട് കിടക്കുന്നുണ്ട്. പിക്സലേറ്റഡ് ആയിട്ട് തന്നെ അങ്ങനെ റഫായിട്ട് കാണാം. ഇത് കുറച്ചും കൂടെ സ്മൂത്താണ്. പിക്സൽസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ പിക്സൽസ് ആഡ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇല്ലസ്ട്രേറ്ററിൽ നോക്കുകയാണെങ്കിലും അവിടെ നമ്മളൊരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് JPEG ഫോർമാറ്റിൽ, JPG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് അവിടെയും നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. JPEG ഓപ്ഷൻസിൽ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ RGB CMYK മോഡായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ക്വാളിറ്റി ഉണ്ട്, ചിലപ്പോൾ റെസൊല്യൂഷനും ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെ പലരും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു ഓപ്ഷൻ ആയിരിക്കാം ഇത്, ആൻറ്റി എലിയാസിങ്. ഇവിടെ നമ്മൾ നൺ കൊടുക്കരുത് ഒരിക്കലും. നമ്മളുടെ വർക്കിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റാണ്, ഇപ്പോൾ ഇതുപോലെ ടെക്സ്റ്റാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെങ്കിൽ ടൈപ്പ് ഒപ്റ്റിമൈസ്ഡ് തന്നെ കൊടുക്കുക. അതല്ല നമുക്ക് ഇല്ലസ്ട്രേഷനോ എന്തെങ്കിലും വരച്ചിട്ടുള്ള ഡ്രോയിങ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആർട്ട് ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ വർക്കുകൾ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ടിപ്സും ട്രിക്സും കിട്ടുന്നതിനായിട്ട് നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.